ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഞാൻ അരുണ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് രാവിലത്തെ പ്രൊമോയിൽ അനുമോളുടെ പാവ അപ്പാനെ തട്ടി എറിയുന്നതായിട്ട് നമുക്ക് പ്രൊമോയിൽ കാണാം. അനുമോൾ വേറെ എന്തും സഹിക്കും, പാവയിൽ ആരും തൊടുന്നത് മാത്രം അനുമോൾക്ക് സഹിക്കാൻ പറ്റില്ല. ഇതിൻ്റെ പേരിൽ ഇനി അപ്പാനെ ശപിക്കോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. കൂടാതെ നമുക്ക് അതിനകത്ത് അനുമോൾക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അനുമോൾക്ക് മാത്രമല്ല, അനുമോൾക്ക് നെവീനും ഇവർ പരസ്പരം മിണ്ടാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ടാസ്ക്. ഈ ടാസ്ക് അവർ രസകരമായിട്ട് അവതരിപ്പിക്കുമോ, അതല്ല അനുമോളുടെ കലിപ്പൊക്കെ എടുത്തിട്ട് ആകെ കുളവാക്കോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നത് അവരുടെ ആ ഒരു കഴിവ് തെളിയിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് ഈ പരസ്പരം മിണ്ടാതിരിക്കുക എന്നുള്ള ടാസ്ക്. പിന്നീട് അവിടെ രാവിലെ മോർണിംഗ് ടാസ്ക് ആയിരുന്നു. മോർണിംഗ് ടാസ്കിൽ ആരെങ്കിലും ഒരാളുടെ ലൈഫ് സ്റ്റോറി പറയുക എന്നുള്ളതായിരുന്നു ടാസ്ക്. ആ ടാസ്ക് പറയുന്നതിനായിട്ട് എല്ലാവർക്കും കൂടി ഒരാളെ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. എല്ലാവരും കൂടി അനീഷിനെയാണ് സെലക്ട് ചെയ്തത്. അനീഷിന് പക്ഷേ ബോഡി അത്ര ഓക്കെ അല്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ ഗെയിം എല്ലാവരും കണ്ടതാണല്ലോ. അപ്പോൾ അതിൻ്റെ ബോഡി അത്ര ഫിസിക്കലി അനീഷ് അത്ര ഓക്കെ അല്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാലും എല്ലാവരുടെയും നിർബന്ധം കാരണം അവസാനം അനീഷിൻ്റെ ലൈഫ് സ്റ്റോറി പറയുകയായിരുന്നു. നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റോറി തന്നെയായിരുന്നു അനീഷ പറഞ്ഞത്. നമ്മൾ കഠിനാധ്വാനം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും വിജയത്തിലെത്താൻ സാധിക്കും എന്ന രീതിയിൽ ഒരു സന്ദേശം വരുന്ന നല്ലൊരു ലൈഫ് സ്റ്റോറി തന്നെയായിരുന്നു അനീഷ പറഞ്ഞത്. അതിൽ അനീഷ പറയുന്നുണ്ട്, അനീഷ ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ട് ഒരുപാട് വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്, IT ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു കൃഷിക്കാരനാണ്, ഒരു എഴുത്തുകാരനാണ്. താൻ ഇങ്ങോട്ട് ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പും ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ കൊടുത്തിട്ടാണ് ആൾ ബിഗ് ബോസിൽ വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു ലൈഫ് സ്റ്റോറി തന്നെയായിരുന്നു പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.